ഏറ്റവും ഒടുവിലായി 2023 ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ ക്രൂരമായ ഇസ്രായേൽ ആക്രമണത്തിൽ സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളാണ് ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം ചുരുങ്ങിയത് 62,895 ഫലസ്തീനികൾ ഈ കാലയളവിനുള്ളിൽ ഗസയിൽ കൊല്ലപ്പെട്ടു. അതിൽ 18,592 കുട്ടികളായിരുന്നു. പരിക്കേറ്റവർ 1,58,927 പേർ. അതിലേകദേശം 35,000-നടുത്ത് കുട്ടികൾ. ഗസയിലെ ജനസംഖ്യയിൽ 90% കുടിയൊഴിക്കപ്പെട്ടു. പരിക്കേറ്റത് മൂലം കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ലക്ഷങ്ങളാണ്. അനൗദ്യോഗിക കണക്കുകൾ കൂടി നോക്കുമ്പോൾ ഈ സംഖ്യകൾ എത്രയോ വലുതായിരിക്കും. പട്ടിണി മൂലം കുതിച്ചുയരുന്ന മരണങ്ങൾ കൂടി ചേരുമ്പോൾ അതിദയനീയമായ അവസ്ഥ. ഉമ്മയുടെ ഫോണിൽ ഭക്ഷണങ്ങളുടെ ചിത്രങ്ങളിലേക്ക് നോക്കി ഞാനിതിനി സ്വർഗത്തിൽ നിന്ന് മാത്രമാണോ കഴിക്കുക എന്ന് ചോദിക്കുന്ന 5 വയസ്സുകാരനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? മണ്ണിൽ വീണിട്ടും മണ്ണോടുകൂടി കിട്ടിയ ധാന്യപ്പൊടി വാരിയെടുത്ത് വീട്ടിലേക്ക് ഓടുന്ന കുഞ്ഞുമക്കളുടെ ചിത്രങ്ങൾ നമ്മുടെ കരളലിയിക്കുന്നതാണ്. മണിക്കൂറുകളോളം പാത്രവുമായി കാത്തു നിന്നിട്ട് അവസാനം തൻ്റെ ഊഴമെത്തിയപ്പോഴേക്കും ഭക്ഷണം കഴിഞ്ഞതിൻ്റെ നിരാശയിൽ മടങ്ങിപ്പോകുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ വീഡിയോ കാണുന്നവരുടെ ഹൃദയം തകർക്കുന്നതാണ്. ഒരു നേരത്തെയെങ്കിലും വിശപ്പ് മാറ്റാൻ ഒരു റൊട്ടിയെങ്കിലും ആഗ്രഹിച്ചു പോകുന്നവരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുന്നവർ നിരവധിയാണ്. ഇതിനിടയിലേക്ക് വെടിവെപ്പ് നടത്തുന്ന ഇസ്രായേലി പട്ടാളം. ഫലസ്തീൻ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്, അവർക്ക് വേണ്ടി ഒരു ദുആയെങ്കിലും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാത്തിനും അപ്പുറം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണെന്ന തിരിച്ചറിവുണ്ടാവണം. ഹൃദയം തുറന്ന് ഒരു അൽഹംദുലില്ലാഹ് പറയണം.